ഹായ് ഫ്രണ്ട്സ്, റിതുസ് വ്ലോഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്നിട്ടാന്ന് വെച്ചാൽ നല്ല അടിപൊളി പപ്സ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. വീട്ടിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ നമുക്കിത് മസാല അതിൻ്റെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സബോള, അതുപോലെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ അതിലേക്ക് ഒരു കുറച്ച് തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്ര ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടൊക്കെ സബോളയും തക്കാളി ഇതൊക്കെ എടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് ഉണ്ടാക്കണുള്ളൂ, അപ്പോൾ അതിനനുസരിച്ചിട്ട് എടുത്താണ്. ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും ഒരു തുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടണവരേക്ക് വഴറ്റിയെടുക്കാം. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടായി വഴറ്റുന്ന സമയത്ത്. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് വെക്കാം. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ എത്ര പൊടി എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഓയിലും ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ചെടുക്കുന്ന മാതിരി കുഴച്ചെടുക്കാം. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്തോളൂ. എന്നാൽ മാത്രമേ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എത്തുള്ളൂ. അപ്പോൾ നമ്മൾ കുഴച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് കുറച്ച് 1 ടീസ്പൂണോളം കോൺഫ്ലവർ ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ആദ്യം ആക്കി വയ്ക്കുക. മാവ് കുഴച്ച ശേഷം പിന്നെ എല്ലാവരും ഇഷ്ടമായെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതിട്ടാ. ലൈക്ക് ഒന്ന് ചെയ്തോളൂ വീഡിയോയ്ക്ക്. ഇനി നമുക്കത് മാവ് പരത്തിയെടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ചപ്പാത്തി പലക എടുത്തിട്ടുണ്ട്. മാവ് ഞാൻ 3 ഉണ്ടകളാക്കിയിട്ടാട്ടാ എടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ പരത്തി വയ്ക്കുക. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ കൂട്ടി വെച്ച ആ കോൺഫ്ലവറിൻ്റെ ഇട്ട് കൊടുത്തിട്ട് എല്ലായിടത്തും നന്നായി ഒന്ന് പരട്ടി കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് പരത്തി വെച്ച് ഒരെണ്ണെടുത്ത് ഇങ്ങനെ ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കോൺഫ്ലവറിൻ്റെ ഇതെടുത്തിട്ട് ഇതിൻ്റെ മേലും കൂടി ഒന്ന് പരത്തി കൊടുക്കുക. ഇനി അടുത്തത് നമ്മൾ പരത്തി വെച്ചത് എടുത്തിട്ട് ഇതിൻ്റെ മേലും കൂടി വെച്ച് കൊടുക്കുക. നമ്മളാകെ 3 എണ്ണം പരത്തി എടുത്തിട്ടുള്ളത്. അത് 3 ഇതുപോലെ വെച്ച ശേഷം അതിന് 4 സൈഡും കട്ട് ചെയ്ത് മാറ്റുക. നടുക്ക് ഇവിടെ ഇതുപോലെ ആയിട്ട് നമുക്കൊരു 4 കഷ്ണമാക്കി ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഓരോ പീസും എടുത്തിട്ട് ഇതുപോലെ ചെറുതായി ഒന്ന് ഇങ്ങനെ പരത്തി കൊടുക്കുക. അധികം നമ്മൾ പരത്തിയെടുക്കണ്ട, നമ്മൾക്ക് ചെറുതായി ഒന്ന് പരത്തിയെടുത്താൽ മതിയിട്ടാണ്. 2 സൈഡും ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ നടുക്കിലേക്ക് നമ്മൾ മസാല റെഡിയാക്കി വെച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലേക്ക് ഞാൻ ഇത് മുന്നേ തന്നെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറയാൻ വിട്ടുപോയിട്ട് അത് പുഴുങ്ങി നടുവ് മുറിച്ചിട്ട് ഇതിന് മേലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ കോൺഫ്ലവറിൻ്റെ കലക്കി വെച്ചിട്ടുണ്ടല്ലോ അത് 4 ഭാഗത്തും ഇതുപോലെ ഇങ്ങനെ പരട്ടി കൊടുക്കുക. ഇത്ര വലുപ്പത്തിൽ പരത്തിയെടുക്കണ്ട. ഞാൻ ഇത് പരത്തി ഇത്തിരി വലുപ്പമായി പോയി. അത്ര വലുപ്പം വേണ്ട. നമ്മൾ കുറച്ച് മസാലയല്ലേ ഇടണം, അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെറുതാക്കി ഇങ്ങനെ പരത്തിയെടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ 2 വശങ്ങളും ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ സൈഡുകളൊക്കെ ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. നന്നായി എന്നിങ്ങനെ ഗ്യാപ്പില്ലാണ്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. പുറമേ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ നമ്മളിതുപോലെ തന്നെ എല്ലാതും റെഡിയാക്കി നമുക്ക് ആദ്യം വയ്ക്കാം. ഇതിപ്പോൾ എല്ലാതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായി വന്ന ശേഷം തീ കുറച്ച് വെച്ച ശേഷം ഇത് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഉദ്ദേശിച്ചത് മറ്റോണം ഇടാനായിരുന്നു, അത് ഇങ്ങനെ മറിഞ്ഞു വീണ് പോയി. അതൊന്നും കുഴപ്പമില്ല. ഇത് എപ്പോഴും ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. 2 ഭാഗം ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് എപ്പോഴും ഇരിക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അടിഭാഗം കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും മറിച്ചിട്ട് കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് നേരം വേവിച്ച ശേഷം പിന്നെ ഇത്തിരി തീ കൂട്ടി വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും ഇത്. അപ്പോൾ ഈ ഒരു കളറിലാകുമ്പോൾ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇത് അധികം സമയമൊന്നും വേണ്ട, ഒരെണ്ണം റെഡിയായി കിട്ടാനായിട്ട് വേഗം തന്നെ റെഡിയാക്കി കിട്ടി. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് മറ്റുള്ള എല്ലാതും റെഡിയാക്കി എടുക്കാം.
അധികം ഒന്നും സമയം എടുക്കാണ്ട് തന്നെ നമുക്ക് വേഗം തന്നെ പപ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അപ്പോൾ ഇതേ നമ്മുടെ പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാനാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയോളൂ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.